ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടത് നമ്മൾ എൻ ഡി ടി ഫ്രെയിംവർക്കിന്റെ ഏതൊക്കെ നഗറ്റ് പാക്കേജ് ആണ് ആവശ്യം, അത് നമ്മളുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ എൻ ഡി ടി ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സീക്വൽ സെർവറിലേക്കുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ആപ്പ് സെറ്റിംഗ് ഫയലിൽ നമ്മൾ കണക്ഷൻ സ്ട്രിങ് സെറ്റപ്പ് ചെയ്തു. നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് സീക്വൽ സെർവറിലോട്ട് ഇതുവരെ നമ്മൾ കണക്ഷൻ സെറ്റ് ചെയ്തിട്ടില്ല. കണക്ഷൻ സെറ്റ് ചെയ്യാനുള്ള കണക്ഷൻ സ്ട്രിങ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബേസിക് സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സെറ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ MVC പ്രോജക്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണക്ഷൻ സ്ട്രിങ്ങിനകത്ത് സെറ്റപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്ന ബേസിക് സെറ്റിംഗ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിന്റെ പേര് ഡേറ്റ എന്ന് ഞാൻ കൊടുക്കുന്നു. ഈ ഡേറ്റയ്ക്കകത്ത് ഞാൻ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക്, ആഡ് ന്യൂ ഐറ്റം. ക്ലാസിന്റെ പേര് ഞാൻ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് എന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ പുതിയ ക്ലാസ് ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്കിന് ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡേറ്റാബേസിലെ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യാനുമായിട്ട് എൻറ്റിറ്റി ഫ്രെയിംവർക്കിനകത്ത് ഒരു ഇൻബിൽറ്റ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്യണം. ആ ക്ലാസിന്റെ പേരാണ് DB കോണ്ടെക്സ്റ്റ്. ഈ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് 4 എന്ന് പറയുന്ന DLL നെയിം സ്പേസിനകത്തുള്ളതാണ് ഈ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്. ഇനി ഡേറ്റാബേസ് ഇന്ററാക്ഷൻസ് എല്ലാം ചെയ്യുന്നത് ഈ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തേക്കാണ്. അതായത് നമ്മൾ ഡേറ്റാബേസിലേക്ക് സേവ് ചെയ്യാനോ റീഡ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് എല്ലാം തന്നെ ഈ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഈ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. ഈ DB കോണ്ടെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഇൻഹെറിറ്റ് ചെയ്തേ ഉള്ളൂ. ഈ DB കോണ്ടെക്സ്റ്റ് നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള മെത്തേഡ്സും പ്രോപ്പർട്ടീസും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഈ DB കോണ്ടെക്സ്റ്റിലേക്ക് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്ങും നമ്മളുടെ ബേസിക് ഇൻഫർമേഷൻസ് നമ്മൾ ഈ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് പാസ് ചെയ്യണം. ഈ DB കോണ്ടെക്സ്റ്റിനകത്ത് നമ്മൾ ഏത് സെർവറിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ DB കോണ്ടെക്സ്റ്റിലേക്ക് പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൺസ്ട്രക്ടർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന CTOR എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ടർ ഇവിടെ ജനറേറ്റ് ആവും. ഈ കൺസ്ട്രക്ടറിനകത്തേക്ക് നമുക്ക് നമ്മളുടെ സെർവർ ഡീറ്റെയിൽസും പ്രൊവൈഡർ ഡീറ്റെയിൽസും എല്ലാം പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പാരാമീറ്റർ വേണം. ആ പാരാമീറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാരാമീറ്റർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. DB കോണ്ടെക്സ്റ്റ് ഓപ്ഷൻ. ഈ ഒരു പാരാമീറ്ററിനകത്തേക്ക് നമ്മുടെ പ്രൊവൈഡറും ഡാറ്റാബേസ് കണക്ഷൻ സ്ട്രിങ്ങും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നമ്മളുടെ പാരാമീറ്റേഴ്സ് നമുക്കിവിടെ കിട്ടും. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിനകത്തേക്കാണ് ഈ പാരാമീറ്റർ പാസ് ചെയ്ത് വരിക. ഇനി ഈ പാസ് ചെയ്ത് വരുന്ന പാരാമീറ്റർ നമുക്ക് DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ടർ എന്നിട്ട് നമ്മുടെ പേരന്റ് ക്ലാസ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു പാരാമീറ്റർ പാസ് ചെയ്യുക? അത് പാസ് ചെയ്യുന്നതിന് നമുക്ക് കോളൻ ഇട്ടിട്ട് ബേസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പാസ് ചെയ്യുന്നത്. ബേസ് കീവേഡ് കൊടുത്തിട്ട് നമുക്ക് എന്താണോ പാസ് ചെയ്യേണ്ടത് അത് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ എന്താണ് നമുക്ക് പാസ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രൊവൈഡർ അല്ലെങ്കിൽ കണക്ഷൻ നമുക്കെല്ലാം കിട്ടുന്നത് ഓപ്ഷൻ എന്ന് പറയുന്ന പാരാമീറ്ററിലേക്കായിരിക്കും. അത് നമ്മളുടെ പേരന്റ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിലേക്ക് നമ്മളത് പാസ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ക്ലാസ് നമുക്ക് എവിടെയെല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് നമുക്ക് ഈ ക്ലാസ്സിനകത്തേക്ക് പാസ് ചെയ്യണം. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ക്ലാസ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുക? നമ്മുടെ പ്രോഗ്രാം ക്ലാസ്സിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ക്ലാസ്സിലേക്ക് പോകാം. പ്രോഗ്രാം ക്ലാസ്സിൽ നമ്മളുടെ builder.build അതായത് ഈ ബിൽഡർ സെക്ഷനകത്തായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്തത്. നമുക്ക് ആവശ്യമില്ലാത്ത രജിസ്ട്രേഷൻ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ എന്താണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്? DB കോണ്ടെക്സ്റ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ builder dot services dot add DB
കോണ്ടെക്സ്റ്റ്. നമ്മളുടെ നമ്മളുടെ ഡി ബി കോണ്ടെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഏത് ക്ലാസ്സിലാണ്? നമ്മളുടെ ആപ്ലിക്കേഷൻ ഡി ബി കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. നമുക്കിത് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഇതാണ് നമ്മൾ സെറ്റിംഗ്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത്, നമ്മളിപ്പം ജസ്റ്റ് ആ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ ക്ലാസ്സിനകത്തേക്ക് നമ്മളുടെ SQL സെർവറിന്റെ കണക്ഷൻ സ്ട്രിങ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇതിനകത്തേക്ക് പാരാമീറ്റർ പാസ് ചെയ്യുന്നത് ലാംഡ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ലാംഡ എക്സ്പ്രഷൻ അറിയാം. നമുക്കൊരു വേരിയബിൾ വേണം. അത് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഓപ്ഷൻ എന്ന് തന്നെ കൊടുക്കുന്നു. ഓപ്ഷൻ സച്ച് ദാറ്റ് ഓപ്ഷൻ ഡോട്ട് നമ്മളുടെ ഡാറ്റാബേസ് എന്താണ്? SQL സെർവർ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടത് യൂസ് SQL സെർവർ. ഇതിനകത്തേക്കാണ് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്ങും കൂടെ നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്യണം. ഇതിനകത്തേക്ക് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് പാസ് ചെയ്യുന്നതിന് ബിൽഡർ ഡോട്ട് നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത്? കോൺഫിഗറേഷൻ ഡോട്ട് നമുക്ക് വേണ്ടത് കണക്ഷൻ സ്ട്രിങ് ആണ്. ഗെറ്റ് കണക്ഷൻ സ്ട്രിങ്. നമുക്ക് ഇതിനകത്തേക്ക് പാസ് ചെയ്യേണ്ടത് നമ്മുടെ കണക്ഷൻ സ്ട്രിങ് ആണ്. നമ്മുടെ കണക്ഷൻ സ്ട്രിങ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്കത് ആപ്പ് സെറ്റിംഗ് ഡോട്ട് JSON പോവുകയാണെങ്കിൽ നമ്മളുടെ വിൻഡോസ് ഓതന്റിക്കേഷൻ വെച്ചിട്ടുള്ള കണക്ഷൻ സ്ട്രിങ് ആണ് ഞാൻ എടുക്കുന്നത്. കോപ്പി എടുത്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ആദ്യ DB കോണ്ടെക്സ്റ്റ് ക്ലാസ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തു. അതിനകത്തേക്ക് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ് നമ്മളിവിടെ പാസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. DB കോണ്ടെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഇതിനകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്തു. നമ്മൾ കൺസ്ട്രക്ടർ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് പ്രോഗ്രാം ക്ലാസ്സിനകത്തേക്ക് നമ്മളത് രജിസ്റ്റർ ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ്. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് ഡാറ്റാബേസ് ജനറേറ്റ് ചെയ്യണം. ആ ഡാറ്റാബേസ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കമാൻഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.